Good morning, all. So, CUET PG 2025 എക്സാമിലെ റിയൽ അനാലിസിസ് പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1 ബൈ 2 സ്ക്വയർ ടൈംസ് 1 മൈനസ് 1 ബൈ 3 സ്ക്വയർ ടൈംസ് എക്സെട്ര ടൈംസ് 1 മൈനസ് 1 ബൈ എൻ സ്ക്വയർ. ഇപ്പം നോക്കുന്ന സമയത്ത് നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ടേം ഇവിടെ ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. പ്രോഡക്റ്റ് നൊട്ടേഷനിൽ എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോഡക്റ്റ് സം കെ ഈക്വൽ ടു 2 സ്ക്വയർ 3 സ്ക്വയർ അപ് ടു എൻ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കെ സ്റ്റാർട്ട്സ് ഫ്രം 2 അപ് ടു എൻ 1 മൈനസ് 1 ബൈ കെ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ആ 1 മൈനസ് 1 ബൈ കെ സ്ക്വയർ എന്നുള്ള ടേമിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. പ്രോഡക്റ്റ് കെ ഈക്വൽ ടു 2 ടു എൻ 1 മൈനസ് 1 ബൈ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്ലിയർലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ സ്ക്വയർ മൈനസ് 1 ബൈ കെ സ്ക്വയർ ആണ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് കെ പ്ലസ് 1 ടൈംസ് കെ മൈനസ് 1. കെ സ്ക്വയർ മൈനസ് 1നെ നമുക്ക് കെ പ്ലസ് 1 ടൈംസ് കെ മൈനസ് 1 എന്ന് റീപ്ലേസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു limit n tends to infinity product k equal to 2 to n. ഇതിനെ എനിക്ക് k plus 1 by k ടോട്ടൽ ഡിനോമിനേറ്റർ k സ്ക്വയറിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. k plus 1 by k സ്ക്വയർ ടൈംസ് k minus 1 by k. ഇനി നമുക്കൊന്ന് തിരിച്ച് kന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ആവുന്ന ഒരു പാറ്റേൺ കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി kക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 plus 1 3 by 2 ടൈംസ് കെക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2 മൈനസ് 1 ബൈ 2, അതായത് 1 ബൈ 2 എന്ന് കിട്ടും, ടൈംസ് കെക്ക് 3 കൊടുക്കുമ്പം 3 പ്ലസ് 1 4 ബൈ 3 ടൈംസ് 3 മൈനസ് 1 2 ബൈ 3, സോ 2 ബൈ 3 എന്ന് വരും, ടൈംസ് കെക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 5 ബൈ 4 ടൈംസ് 3 ബൈ 4 എന്ന് കിട്ടും, ആൻഡ് സോ ഓൺ അപ് ടു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം n പ്ലസ് 1 ബൈ n ടൈംസ് n മൈനസ് 1 ബൈ n. ഇങ്ങനെയാണ് കിട്ടുക. ഇപ്പൊ നോക്കുന്ന സമയത്ത് ക്ലിയർലി കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ 3 ബൈ 2 2 ബൈ 3 ആയിട്ട് ക്യാൻസൽ ആവും, 4 ബൈ 3 3 ബൈ 4 ആയിട്ട് ക്യാൻസൽ ആവും. ഈ രീതിയിൽ എല്ലാ ടേംസും ക്യാൻസൽ ആയി ബാക്കി നമുക്ക് ഈ n മൈനസ് 1 ബൈ n വരെ തൊട്ട് ബാക്കിലുള്ള ഒരു ടേമുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2 ടൈംസ് n പ്ലസ് 1 ബൈ n ആണ്. നമുക്ക് 1 ബൈ 2 കോൺസ്റ്റന്റ് ആണ്, ലിമിറ്റിന് പുറത്തേക്ക് എടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് നമ്മൾ ഡിനോമിനേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 ബൈ n ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2, ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് 0, സോ 1 ബൈ 2 ആണ് ലിമിറ്റ് വരുന്നത്. സോ ആൻസർ ഇസ് 1 ബൈ 2 ആൻഡ് കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് ഡിനോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ വേർ എക്സ് ബിലോങ്സ് ടു ആർ, ദെൻ ട്രിപ്പിൾ ഇന്റഗ്രൽ 0 to 1 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വൈ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഒരു ട്രിപ്പിൾ ഇന്റഗ്രൽ ആണ് ഇവിടെ കാണാനുള്ളത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഇന്റഗ്രേഷൻ ലിമിറ്റിലുള്ള ഈ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് വൈ സെഡ് ആ ടേംസിന്റെ വാല്യൂസ് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് ലെസ് ദാൻ 1, അതായത് 0ന്റെയും 1ന്റെയും ഇടയിൽ നമ്മൾ എൻ പോയിന്റ്സ് നമുക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ആ ഇന്റീരിയർ പാർട്ടിൽ 0 ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് ലെസ് ദാൻ 1 എന്നുള്ള പാർട്ടിൽ നോക്കിയാൽ ക്ലിയർലി ഓരോ നമ്പറും 0 പോയിന്റ് സംതിങ് ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് ഈക്വൽ ടു 0 വരും. സിമിലർലി 0 ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വൈ ലെസ് ദാൻ 1 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വൈ ഈക്വൽ ടു 0 ആണ്, ആൻഡ് 0 ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ സെഡ് ലെസ് ദാൻ 1 ഇതേ ആർഗ്യുമെന്റിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇപ്പൊ ക്ലിയർലി നമ്മളോട് ഇപ്പൊ പറയുന്ന ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 to 1 0 to 1 0 to 1 0 dx dy dz ആണ്. കാരണം എല്ലാ ടേംസും 0 ആണ്. അപ്പൊ 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് വരും. സോ ഇത് 0നെ 3 ടൈംസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. സോ ക്ലിയർലി വാല്യൂ ഈക്വൽ ടു 0. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ.
ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 3x മൈനസ് 12y പ്ലസ് 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? സോ ഈ ടു വേരിയബിൾ ഫംഗ്ഷന്റെ മാക്സിമം, മിനിമം അല്ലെങ്കിൽ സാഡിൽ പോയിന്റ്, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്, ABCD. നമ്മൾ അതിൽ ഏതൊക്കെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ മാക്സിമം മിനിമം ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം തന്നെ ക്രിട്ടിക്കൽ പോയിന്റ് കാണണം. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഓർഡർഡ് പെയർ എക്സ് വൈ ആണ്. സോ ദാറ്റ് ബോത്ത് എഫ് എക്സ് ആൻഡ് എഫ് വൈ ആർ 0. അപ്പൊ നമുക്ക് എഫ് എക്സ് ആദ്യം കാണാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് 3. സിമിലർലി എഫ് വൈ ഇസ് ഈക്വൽ ടു വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y², പിന്നെ വൈയിലെ ടേം മൈനസ് 12y ആണ്. സോ മൈനസ് 12. ബാക്കി എല്ലാ ടേംസിന്റെയും ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. ഇനി നമുക്ക് എഫ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. അതായത് 3x² മൈനസ് 3 ഈക്വൽ ടു 0, 3x² ഈക്വൽ ടു 3. ക്ലിയർലി ഡിവൈഡ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² ഇസ് ഈക്വൽ ടു 1 ഉണ്ടാവും. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതുപോലെ തന്നെ എഫ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ 3y² ഈക്വൽ ടു 12 എന്ന് കിട്ടും. സോ y² ഈക്വൽ ടു 4 ആൻഡ് y ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് എക്സിനും വൈക്കും കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ, ഈ എല്ലാ കോമ്പിനേഷനും എടുക്കണം. സോ 1 2, 1 മൈനസ് 2, മൈനസ് 1 2, മൈനസ് 1 മൈനസ് 2. ഈ രീതിയിൽ 4 ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ ഓരോ പോയിന്റിലും എന്താണ്, മാക്സിമം ആണോ, മിനിമം ആണോ, അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആണോ എന്നൊക്കെയാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോകണം. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ കാണാം. സോ എഫ് എക്സ് എക്സ് കണ്ടു നോക്കാം. എഫ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3x² മൈനസ് 3 ആണ്. സോ എഫ് എക്സ് എന്ന് പറയുന്നത് 6x ആണ്. അതുപോലെ എഫ് എക്സ് വൈ എന്ന് പറയുമ്പം എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് വൈ. സോ എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. സിമിലർലി എഫ് വൈ വൈ ഇസ് ഈക്വൽ ടു, fy is 3y² minus 12. So differentiating it again, we'll get it as 6y. So ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡിസ്ക്രിമിനന്റ് കാണാം, d, which is fxx fyy മൈനസ് fxy². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 6x into 6y മൈനസ് 0² which is equal to 36xy. ഇതാണ് ഡിസ്ക്രിമിനന്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ ക്രിട്ടിക്കൽ പോയിന്റിലും വാല്യൂസ് എന്തൊക്കെയാ നോക്കാം. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താന്ന് നോക്കണം. അതുപോലെ ഡിയുടെ വാല്യൂ, അതുപോലെ എഫ് എക്സ് എക്സിന്റെ വാല്യൂ, ഇത് മൂന്നും വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 2 ആണ്. 1 2 എന്നുള്ള പോയിന്റിൽ ഡിസ്ക്രിമിനന്റ് 36xy ആണ്. അപ്പൊ നമ്മൾ 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 36 into 1 into 2, സോ 72 എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇതെന്തായാലും മാക്സിമമോ മിനിമോ ആണെന്ന് മനസ്സിലാക്കാം. ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്നുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ എഫ് എക്സ് എക്സിൽ ഇതേ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എക്സ് എക്സ് 6x ആണ്. സോ 6 എന്ന് കിട്ടും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് മിനിമം അറ്റ് 1 2. സോ ഡി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം, ഡി ഗ്രേറ്റർ ദാൻ 0 എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പൊ ഈ പോയിന്റിൽ മിനിമം ആണ്. നെക്സ്റ്റ് 1 -2 എന്നുള്ള പോയിന്റ് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ ഡിസ്ക്രിമിനന്റ് -72 വിച്ച് ഇസ് ലെസ് ദാൻ 0 ആണ്. സോ ഇവിടെ സാഡിൽ പോയിന്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് -1 2 നോക്കിയാൽ ഇതേപോലെ തന്നെ -72 കിട്ടും, വിച്ച് ഇസ് ലെസ് ദാൻ 0. സോ അഗെയിൻ സാഡിൽ പോയിന്റ്. ലാസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് -1 -2, ഇവിടെ ഡിസ്ക്രിമിനന്റ് 72 തന്നെയാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് എഫ് എക്സ് എക്സിന്റെ വാല്യൂ നോക്കാം. എഫ് എക്സ് എക്സ് 6x ആണ്. സോ -6 എന്ന് വരും, വിച്ച് ഇസ് ലെസ് ദാൻ 0. സോ ഡി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ മാക്സിമം അറ്റ് -1 -2. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കൺക്ലൂഷൻസ്. 1 2 മിനിമം, -1 -2 മാക്സിമം, അതർ 2 ക്രിട്ടിക്കൽ പോയിന്റ്സിൽ സാഡിൽ പോയിന്റ്. ഇപ്പൊ ഓപ്ഷൻസിലേക്ക് തിരിച്ചു വരുമ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മിനിമ അറ്റ് 1 2, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിനിമ അറ്റ് 1 2 ട്രൂ ആണ്. മാക്സിമ അറ്റ് -1 -2 ഇതും ട്രൂ ആണ്.
നെയ്തർ എ മാക്സിമ നോർ എ മിനിമ അറ്റ് ദീസ് 2 പോയിന്റ്സ്. നമുക്ക് മിക്സഡ് ആയിട്ട് സൈൻ വന്ന പോയിന്റ്സിൽ സാഡിൽ പോയിന്റ് എന്നാണ് കിട്ടിയത്. സോ നെയ്തർ എ മിനിമ നോർ എ മാക്സിമ, ഈ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സാഡിൽ പോയിന്റ്സ് ആർ -1, 2 ആൻഡ് 1, -2. അതും നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഹിയർ. സോ ദി കറക്റ്റ് ഓപ്ഷൻ ഇസ് സി, എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഏതാണ് ട്രൂ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സെറ്റ് ഇസ് കണക്റ്റഡ്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്റ്റഡ് സെറ്റ് ഇസ് കണക്റ്റഡ്, അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റിസൾട്ട് ആയിട്ട് ഓർക്കാം, കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കണക്ട്, നമ്മൾ രണ്ട് കണക്റ്റഡ് സെറ്റ്സ് എടുത്ത് അതിന്റെ മീൻസ് ഒരു കണക്റ്റഡ് സെറ്റ് എടുത്തിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ അണ്ടറിൽ അതിന്റെ ഇമേജ് നോക്കുമ്പോൾ ആ കിട്ടുന്ന ഔട്ട്പുട്ടും അല്ലെങ്കിൽ ആ കിട്ടുന്ന വാല്യൂയും കണക്റ്റഡ് തന്നെയായിരിക്കും, കിട്ടുന്ന സെറ്റും കണക്റ്റഡ് ആയിരിക്കും. സോ സ്റ്റേറ്റ്മെന്റ് എ ഈസ് ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the union of two connected sets having non-empty intersection may not be connected. അപ്പൊ അതിന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let A and B be connected. രണ്ട് കണക്റ്റഡ് സെറ്റ്സ് എടുക്കുന്നു. Let A and B be connected. Then A union B connected ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അവരുടെ ഇന്റർസെക്ഷൻ നോൺ എംപ്റ്റി ആവാന്നുള്ളതാണ്. സോ A union B, then A union B is connected if and only if A intersection B not equal to 5. So അവർ ഡിസ്ജോയിന്റ് ആണെങ്കിൽ A union B കണക്റ്റഡ് ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ may or may not be, അത് നമുക്ക് നോക്കണം. സോ ഡിപ്പെൻഡ്സ്. സോ ഹിയർ ഇഫ് A intersection B is not equal to 5, that is A intersection B നോൺ എംപ്റ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, A union B കണക്റ്റഡ് ആയിരിക്കും. സോ സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത് യൂണിയൻ ഓഫ് ടു കണക്റ്റഡ് സെറ്റ്സ് ഹാവിംഗ് നോൺ എംപ്റ്റി ഇന്റർസെക്ഷൻ. സോ യൂണിയൻ ഓഫ് ടു കണക്റ്റഡ് സെറ്റ്സ് എടുക്കുന്നു വേർ A intersection B നോട്ട് ഈക്വൽ ടു 5 may not be a connected set. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, A union B is connected if A intersection B is not equal to 5. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് സി പറയുന്നത് റിയൽ ലൈൻ ആർ ഇസ് നോട്ട് കണക്റ്റഡ്. ആർ ക്ലിയർലി ഒരു കണക്റ്റഡ് സെറ്റ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ഡി പറയുന്നത് a non-empty subset X of R is not connected if X is an interval or a singleton set. അപ്പൊ അത് അടുത്തൊരു പോയിന്റ് ആയിട്ട് ഓർക്കാം. ആറിന്റെ കണക്റ്റഡ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് ഏതർ ഇന്റർവെൽസ് അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ്സ് ആണ്. സോ കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ആർ ആർ കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ആർ ആർ ഒന്ന് ഇന്റർവെൽസ് ആണ് അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ്സ്. അപ്പം ആറിന്റെ ഒരു നോൺ എംപ്റ്റി സെറ്റ് എടുത്തിട്ട് അത് ഇന്റർവെല്ലോ സിംഗിൾട്ടൺ സെറ്റോ ആണെങ്കിൽ ക്ലിയർലി അത് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് ആർ ആണ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ മീൻസ് ഓപ്പോസിറ്റ് കാര്യമാണ് പറയുന്നത്. അതായത് നോൺ എംപ്റ്റി സബ്സെറ്റ് എക്സ് ഓഫ് ആർ ഇസ് നോട്ട് കണക്റ്റഡ് ഇഫ് എക്സ് ഇസ് എൻ ഇന്റർവെൽ ഓർ എ സിംഗിൾട്ടൺ സെറ്റ്. സോ ആക്ച്വലി ദേ ആർ കണക്റ്റഡ്. സോ സ്റ്റേറ്റ്മെന്റ് ഡിയും ഫാൾസ് ആണ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് 4n² പ്ലസ് n മൈനസ് 2n. നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലൊക്കെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പം സ്ക്വയർ റൂട്ട് റാഡിക്കൽസ് ഒക്കെ വരുമ്പോൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിനെ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് 4n² പ്ലസ് n മൈനസ് 2n കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ മിഡിലെ സൈന് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. സോ റൂട്ട് ഓഫ് 4n² പ്ലസ് n പ്ലസ് 2n, അതുകൊണ്ട് തന്നെ ഡിവൈഡും ചെയ്യുക. റൂട്ട് ഓഫ് 4n² പ്ലസ് n പ്ലസ് 2n. ന്യൂമറേറ്റർ ഇപ്പം ഒരു a മൈനസ് ബി ടൈംസ് a പ്ലസ് ബി ഫോമിലാണ്. സോ a² മൈനസ് b² എന്ന് റീറൈറ്റ് ചെയ്യാം. സോ a² എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4n² പ്ലസ് n ഹോൾ സ്ക്വയർ, അതായത് 4n² പ്ലസ് n എന്നുണ്ടാവും. മൈനസ് b² എന്ന് പറയുമ്പോൾ 2n സ്ക്വയർ വിച്ച് ഇസ് 4n² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4n² പ്ലസ് n പ്ലസ് 2n. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 4n² ക്യാൻസൽ ആവുന്നുണ്ട്. ബാക്കി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ, നമുക്ക് ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതുകൊണ്ട് ഈ സ്ക്വയർ റൂട്ട് എന്ന് നമുക്ക് ക്ലിയർലി സ്ക്വയർ റൂട്ടിനകത്തുള്ള ടേംസിൽ ഒരു n² കോമൺ ആണ്. സോ 4 പ്ലസ് 1 ബൈ n എന്ന് എഴുതാം പ്ലസ് 2n.
കോമൺ ആയിട്ട് വരുന്ന മാക്സിമം എന്നിന്റെ വാല്യൂസിനെ n പവേഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് n സ്ക്വയർ n ആയിട്ട് റൂട്ടിന്റെ പുറത്തേക്ക് വരും. ബാക്കി റൂട്ട് ഓഫ് 4+1/n പ്ലസ് 2n. ഇപ്പം ഡിനോമിനേറ്ററിൽ ഒരു n കോമൺ ആണ്, അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ n ടൈംസ് റൂട്ട് ഓഫ് 4+1/n ഫസ്റ്റ് ടേമിൽ വരും പ്ലസ് 2. സോ ഈ എന്നും എന്നും ക്യാൻസൽ ആയി. ബാക്കി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/root of 4+1/n പ്ലസ് 2. ഇനി നമുക്ക് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സോ 1/root of 4+1/n ലിമിറ്റ് 0 പ്ലസ് 2, അതായത് 1/2 പ്ലസ് 2. സോ 1/4 ആണ് വാല്യൂ. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ, 1/4. 6th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? അഗെയിൻ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കേണ്ടത്. കുറച്ച് സെറ്റ്സ് തന്നിട്ട് അവർ കോൺവെക്സ് ആണ് എന്നാണ് 4 സ്റ്റേറ്റ്മെന്റും പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ് കോൺവെക്സ് ആയിട്ടുള്ളത്, ഏതാണ് കോൺവെക്സ് അല്ലാത്തത്, അതാണ് തീരുമാനിക്കേണ്ടത്. സോ ഇവിടെ കോൺവെക്സ് എന്നുള്ള ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു സെറ്റ് കോൺവെക്സ് ആണെങ്കിൽ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 പോയിന്റ്സ് ഇൻസൈഡ് ദാറ്റ് സെറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ബിലോങ്ങിങ് ഇൻ ദാറ്റ് സെറ്റ്. നമ്മൾ ആ സെറ്റിലെ ഏത് 2 പോയിന്റ്സ് എടുത്താലും അതിനെ ജോയിൻ ചെയ്യുന്ന എല്ലാ ലൈൻ സെഗ്മെന്റും കംപ്ലീറ്റ്ലി ആ സെറ്റിൽ ഉണ്ടാവണം. ഇപ്പൊ ഞാനൊരു ഇങ്ങനൊരു സ്ട്രക്ചർ എടുത്തു, ഇതിലുള്ള ഏത് 2 പോയിന്റ്സ് എടുത്താലും ഇവരെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ പറഞ്ഞ സെറ്റിൽ തന്നെ ഉണ്ട്. സോ ഇത് കോൺവെക്സ് ആണ്. ഇനി ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ ഒരു സ്ട്രക്ചർ എടുത്താൽ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും എടുത്താൽ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് എനിക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് ഇൻ ദിസ് സെറ്റ്. സോ ഇത് കോൺവെക്സ് അല്ല. ഈ ഒരു അപ്രോച്ച് നമുക്ക് ഇവിടെ നോക്കി നോക്കാം. അതായത് ഈ എല്ലാ സെറ്റിലെയും 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ ലൈൻ സെഗ്മെന്റ്സും കംപ്ലീറ്റ്ലി ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് S equal to set of all xy such that xy less than or equal to 1 where x and y are real numbers. xy less than or equal to 1 എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇതില് ഇത് ആക്ച്വലി കോൺവെക്സ് അല്ല. ജസ്റ്റ് 2 പോയിന്റ്സ് എടുത്തു നോക്കാം. അപ്പൊ 2 പോയിന്റ്സ് ഞാൻ ഈ സെറ്റ് ചൂസ് ചെയ്തിട്ട് അവരുടെ മിഡ് പോയിന്റ് അഥവാ ഈ സെറ്റിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇൻ ടേൺ ആ പറഞ്ഞ ലൈൻ സെഗ്മെന്റിലെ ഉള്ള പോയിന്റ് ആണല്ലോ മിഡ് പോയിന്റ്, അത് ഈ സെറ്റിൽ ഇല്ല, ഹെൻസ് നോട്ട് കോൺവെക്സ് എന്ന് പറയാം. ഒരു പോയിന്റ് ആയിട്ട് 2,0.1ഉം സെക്കൻഡ് പോയിന്റ് ആയിട്ട് 0.1,2ഉം എടുക്കുന്നു. അപ്പൊ ഈ 2 വാല്യൂസിലും നിങ്ങൾ നോക്കുമ്പം XY കണ്ടാൽ രണ്ടിലും P1ലാണെങ്കിലും P2ലാണെങ്കിലും XY എന്ന് പറയുന്നത് 2 into 0.1 ആണ്, which is 0.2. It is clearly less than or equal to 1. Therefore, P1 and P2 belongs to S. ഇനി ഇവരുടെ മിഡ് പോയിന്റ് ഒന്ന് എടുത്തു നോക്കാം. മിഡ് പോയിന്റ് ഓഫ് P1 ആൻഡ് P2. P1ന്റെയും P2ന്റെയും മിഡ് പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇതെന്താണ് കിട്ടുന്നത്? 2 + 0.1, അതായത് 2.1 ഡിവൈഡഡ് ബൈ 2 ഉണ്ടാവും 2 കോർഡിനേറ്റും, അതായത് 1.05 ആണ് ബോത്ത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്. ഇവിടെ നമുക്കൊന്ന് XY കൊണ്ടുപോക്കാം. ഈ പറഞ്ഞ പോയിന്റ്സ്, ഈ പറഞ്ഞ മിഡ് പോയിന്റിന്റെ XY കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒന്ന് കണ്ടുനോക്കാം. 1.05 ടൈംസ് 1.05 എന്ന് പറയുന്നത് 1.1025 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് മീൻസ് മിഡ് പോയിന്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. 2 പോയിന്റ്സ് എടുത്തു, അവരെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ എടുത്താൽ അവരുടെ മിഡ് പോയിന്റ് കിട്ടും, അത് ഈ പറഞ്ഞ സെറ്റിൽ ഇല്ല. Therefore, S is not convex. സോ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് സെറ്റ് കോൺവെക്സ് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് എ തെറ്റാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് എ ട്രൂ ആന്ന് പറയുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബിയും സിയും തെറ്റാണ്, കാരണം ബിയിലും സിയിലും എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബിയും സിയും തെറ്റാണെന്ന് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത് സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് x² + 4y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇവിടെ എഴുതാം സ്റ്റേറ്റ്മെന്റ് ബി S is equal to set of all XY such that x² + 4y² less than or equal to 12 where x, y belongs to R. P സെറ്റ് കോൺവെക്സ് ആണോ നോക്കണം. അപ്പൊ ഇതിനെ നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഒരു എലിപ്സിന്റെ ഇക്വേഷനിലേക്കൊക്കെയാണ് ഇത് വരുന്നത്.
അപ്പൊ അതൊന്ന് എഴുതി നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12നെ ത്രൂ ഔട്ട് ഒരു 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 12 പ്ലസ് വൈ സ്ക്വയർ ബൈ 4/12 3 ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് ആക്ച്വലി ഇന്റീരിയർ ഓഫ് എൻ എലിപ്സ് ആണ്. അപ്പം ജസ്റ്റ് റഫ് സ്കെച്ച് വരയ്ക്കാണ്. ഒറിജിൻ സെന്റേർഡ് ആയിട്ടുള്ള ഒരു എലിപ്സ് ആണ് ഇവിടെ വരുന്നത്. ക്ലിയർലി ഇതൊരു കോൺവെക്സ് സെറ്റ് ആണ്. എലിപ്സ് കോൺവെക്സ് ആണ് ബിക്കോസ് ഏത് 2 പോയിന്റ്സ് എടുത്താലും നിങ്ങൾക്ക് നോക്കാം അതിന്റെ ലൈൻ സെഗ്മെന്റ് ആ പറഞ്ഞ സെറ്റിൽ തന്നെ ഉണ്ടാവും. സോ ഇത് കോൺവെക്സ് സെറ്റ് ആണ്. ദർഫോർ എസ് ഇസ് കോൺവെക്സ്. സോ സ്റ്റേറ്റ്മെന്റ് ബി ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് ബി പറഞ്ഞത് ഈ സെറ്റ് കോൺവെക്സ് ആണെന്നാണ്. സോ സ്റ്റേറ്റ്മെന്റ് ബി ഈസ് ട്രൂ. പിന്നെ ഏതെങ്കിലും ഓപ്ഷനിൽ ബി ഇല്ലെങ്കിൽ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യായിരുന്നു, പക്ഷെ 2 ഓപ്ഷനിലും ബി ഉണ്ട്. ഇനി ഓപ്ഷൻ ഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയിലെ അതേ ഇക്വേഷൻ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാലിറ്റി സ്വിച്ച് ചെയ്യുന്നേ ഉള്ളൂ. സോ ഡി ഇതിനോടൊപ്പം തന്നെ ചെയ്യാണ്. അപ്പൊ ഓപ്ഷൻ ബിയിൽ ഉണ്ടായത് ഈ പാർട്ടാണ്. ഇതാണ് ബിയിൽ ഉണ്ടായ ഭാഗം. ഇനി ഓപ്ഷൻ ഡിയിൽ വരുമ്പം ഇതിന്റെ എക്സ്റ്റീരിയർ പാർട്ടാണ് വരുന്നത്. എക്സ്റ്റീരിയർ പാർട്ടാണ് വിച്ച് ഇസ് നോട്ട് കോൺവെക്സ്. സോ ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് ദി എക്സ്റ്റീരിയർ ഓഫ് ദിസ് എലിപ്സ് ഇറ്റ്സ് നോട്ട് കോൺവെക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ 2 പോയിന്റ്സ് എടുക്കാം. ഈ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ഈ ബ്ലൂവിൽ ഷെയ്ഡ് ചെയ്ത പാർട്ട് മാത്രമാണ്. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് എടുത്താൽ ഇറ്റ്സ് that is included in the interior part of the ellipse which is not a part of our S. So S is not convex. So option D, statement D തെറ്റാണ്. അപ്പൊ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ ഡി വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി എലിമിനേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് നോക്കിയാൽ ഓപ്ഷൻ ഡിയിൽ ബി സി ആൻഡ് ഡി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഡി സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫോൾസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇതും എലിമിനേറ്റ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ എന്തായാലും ഓപ്ഷൻ എ ആണ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പൊ എങ്ങനെയാന്നുള്ളത് അതായത് ബി ആൻഡ് സി. ഇപ്പൊ സി എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം കൂടെ ഒന്ന് നോക്കാം. സിയിൽ പറയുന്നത് വൈ സ്ക്വയർ മൈനസ് 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് y square minus 4x less than or equal to 0, y square less than or equal to 4x, x less than or equal to y square by 4 എന്നൊക്കെ പറയാം. ഇതൊരു ഓപ്പണിംഗ് റൈറ്റ് ആയിട്ടുള്ള ഒരു പാരാബോളയാണ്. സോ അതിന്റെ ഇന്റീരിയർ പാർട്ട്, അതായത് റൈറ്റിലേക്കുള്ള പാർട്ട് വരും. അപ്പൊ അത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ക്ലിയർലി കോൺവെക്സ് ആണ്. സോ ഈ സെറ്റ് കോൺവെക്സ് ആണെന്ന് മനസ്സിലാക്കാം. സോ സി സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ കറക്റ്റ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് സെറ്റ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് കോളത്തിൽ. അവരുടെ സുപ്രീമം ആൻഡ് ഇൻഫിമത്തിന്റെ ഡീറ്റെയിൽസ് ആണ് സെക്കൻഡ് കോളത്തിൽ ഉള്ളത്. അപ്പൊ നമുക്കത് മാച്ച് ചെയ്യാണ് വേണ്ടത്. നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഐ മീൻ സെറ്റ് എ, സ്റ്റേറ്റ്മെന്റ് എയിൽ തന്നിട്ടുള്ളത് എസ് ഈക്വൽ ടു 2 3. ഓക്കെ, എയിൽ പറയുന്നത് എസ് ഈക്വൽ ടു സെറ്റ് 2 3 5 10 ആണ്. ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ക്ലിയർലി ഇൻഫിമം ഓഫ് എസ് അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും വിച്ച് ഇസ് 2, ആൻഡ് സുപ്രീമം ഓഫ് എസ് എന്ന് പറയുന്നത് അതിന്റെ ലാർജസ്റ്റ് വാല്യൂ വിച്ച് ഇസ് 10. അപ്പൊ നമ്മൾ എനെ ഇൻഫിമം ടു സുപ്രീമം 10 അത് നിങ്ങൾക്ക് നോക്കിയാൽ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ കാണാം. സോ എനെ നമ്മൾ 3യിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. എ ഈസ് മാച്ചിങ് ടു 3. അപ്പൊ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പം ഇവിടെ തന്നെ ആൻസർ ആയി ശരിക്കും. കാരണം എ 3യിലേക്ക് മാച്ച് ആവുന്ന ഒരു ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ, ഓപ്ഷൻ ഡി. സോ എ ബി സി തെറ്റാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി ബാക്കിയും കൂടെ നോക്കാം. ബി എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇന്റർവെൽ 1 ഹാഫ് ഓപ്പൺ ഇന്റർവെൽ -1 ടു യൂണിയൻ 3/8 ആണ്. ഇപ്പം -1 2 വരെയുള്ള ഇന്റർവെല് യൂണിയൻ 3/8. അവിടെയും ഇൻഫിമം എന്ന് പറയുന്നത് നമുക്ക് ആ സ്മോളസ്റ്റ് എൻ പോയിന്റ് എടുത്താൽ മതി. ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? -1 1 2 ആണ്. സോ ഇൻഫിമം എന്ന് പറയുന്നത് 1 ആണ്, സുപ്രീമം എന്ന് പറയുന്നത് 8 ആണ്. ഇങ്ങനെയല്ലേ വരുന്നത്? 1 2 ഇത് 1 2 ഈ പാർട്ട് ഉണ്ട്, പിന്നെ 3 8. ഇതിനകത്തും മിനിമം വാല്യൂ 1, മാക്സിമം വാല്യൂ 8. അപ്പൊ നമുക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ആയിട്ട് അവരെ തന്നെ പറയാൻ പറ്റും. സോ ഇൻഫിമം 1, സുപ്രീമം 8. അതിലേക്കാണ് ബീനെ മാച്ച് ചെയ്യേണ്ടത്. സുപ്രീമം 8, ഇൻഫിമം 1. സോ ബി ഈസ് മാച്ചിങ് ടു 4. ഓക്കെ, ഇനി സെറ്റ് സി എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 2 2 സ്ക്വയർ 2 ക്യൂബ് എക്സെട്ര 2 റേസ് ടു n എക്സെട്ര. സോ ഇത് ഗ്രോയിങ് ആണ്. സുപ്രീമം നമുക്ക് ഇൻഫിനിറ്റി എന്നൊക്കെ പറയേണ്ടി വരും. ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫിമം സ്മോളസ്റ്റ് വാല്യൂ 2 ആണ്.
സുപ്രീമത്തിനെ പറ്റി സുപ്രീമം ഇൻഫിനിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇൻഫിമം ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ള ഓപ്ഷനിൽ സുപ്രീമം 5 ആണ്, ഇൻഫിമം വേറെ വാല്യൂ ആണ്. അപ്പൊ അതല്ല. സോ സി വിൽ മാച്ച് ടു 1. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എസ് ഇസ് ഈക്വൽ ടു set of all x belongs to z such that x square less than or equal to 25. x square less than or equal to 25 എന്ന് പറഞ്ഞാൽ -5 less than or equal to x less than or equal to 5 അല്ലേ ആ ഇന്റർവെൽ വരുന്നത്. സോ ക്ലിയർലി infimum of s is equal to -5 and supremum of s is equal to 5. സോ നമുക്ക് ബാക്കിയുണ്ടായ സ്റ്റേറ്റ്മെന്റ് ഡി is matching to 2. ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എയുടെ കാര്യം തീരുമാനമാകുമ്പോൾ തന്നെ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Let f be a continuous function on R and f of x is equal to integral x minus 2 to x plus 2 f of t dt. Then f dash of x is. So ഇവിടെ ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് എൻ ഇന്റഗ്രൽ ആണ് ചോദിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു ലെബനിറ്റ്സ് ഫോർമുല ഉണ്ട് ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ആൻ ഇന്റഗ്രൽ. ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ആൻ ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു ഇന്റഗ്രലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡെറിവേറ്റീവ് ഓഫ് ഒരു ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് എക്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും, സം എ ഓഫ് എക്സ് ആൻഡ് ബി ഓഫ് എക്സ്, എഫ് ഓഫ് ടി ഡി ടി. സോ ആ എക്സ് ഇൻവോൾവ് ആവാത്ത ഒരു ഫംഗ്ഷൻ ആണ് അകത്തുള്ളത്. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആ എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ് ഇന്റഗ്രേഷൻ ലിമിറ്റ്സിൽ വരുന്നത്. അത് ഇൻവോൾവ് ആവാത്ത ഒരു ഫംഗ്ഷൻ ആണ് അകത്തുള്ളത്, ഇന്റഗ്രന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഇവാലുവേറ്റഡ് അറ്റ് ബി ഓഫ് എക്സ്, അതായത് അപ്പർ ലിമിറ്റ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എക്സ്, മൈനസ് എഫ് ഇവാലുവേറ്റഡ് അറ്റ് ദ ലോവർ ലിമിറ്റ് എ ഓഫ് എക്സ് ടൈംസ് എ ഡാഷ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള ഇന്റഗ്രൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് മൈനസ് 2 ടു എക്സ് പ്ലസ് 2 എഫ് ഓഫ് ടി ഡി ടി. ക്ലിയർലി എക്സിലാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാണാൻ പറഞ്ഞത്. എക്സ് മൈനസ് 2ഉം എക്സ് പ്ലസ് 2ഉം എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സും ആണ്. അപ്പൊ നമുക്ക് ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റും. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എഫ് ആണ്, അതായത് എക്സ് മൈനസ് 2 ടൈംസ് എക്സ് പ്ലസ് 2 എഫ് ഓഫ് ടി ഡി ടി. അപ്പൊ ഈ പറഞ്ഞ ലെബനിറ്റ്സ് റൂൾ വെച്ചിട്ട് എന്ത് പറയാം? എഫ് ഇവാലുവേറ്റഡ് അറ്റ് ദ അപ്പർ ലിമിറ്റ്, അതായത് എക്സ് പ്ലസ് 2 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് അപ്പർ ലിമിറ്റ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2 1, മൈനസ് എഫ് ഇവാലുവേറ്റഡ് അറ്റ് ദ ലോവർ ലിമിറ്റ് വിച്ച് ഇസ് എക്സ് മൈനസ് 2 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 2 again 1. So this is equal to f of x plus 2 minus f of x minus 2, which means answer is option D. അതിന്റെ തിരിച്ചുള്ള ഫോമാണ് എയിൽ തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം. എഫ് ഇവാലുവേറ്റഡ് അറ്റ് അപ്പർ ലിമിറ്റ് ടൈംസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് മൈനസ് എഫ് ഇവാലുവേറ്റഡ് അറ്റ് ദ ലോവർ ലിമിറ്റ് ടൈംസ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. സോ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് 2 ആണ് കിട്ടുന്നത്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ ഒരു മാച്ചിങ് പ്രോബ്ലം ആണ്. ഫസ്റ്റ് കോളത്തിൽ കുറെ സീരീസ് തന്നിട്ടുണ്ട്, 4 സീരീസ് തന്നിട്ടുണ്ട്. അവരുടെ നേച്ചർ ആണ് സെക്കൻഡ് കോളത്തിൽ ഉള്ളത്, കൺവേർജന്റ്, ഓസിലേറ്ററി, ഡൈവേർജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താന്നുള്ളത് ഓരോന്നിനെയും മാച്ച് ചെയ്യണം. സോ ഫസ്റ്റ് സീരീസ് നോക്കാം. 12 മൈനസ് 7 മൈനസ് 3 മൈനസ് 2 പ്ലസ് 12 മൈനസ് 7 മൈനസ് 3 മൈനസ് 2 പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ 12 മൈനസ് 7 മൈനസ് 3 മൈനസ് 2 എന്നുള്ള ടേം ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓസിലേറ്ററി ആണെന്ന് പറയാം. വാല്യൂസ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എ ഈസ് മാച്ചിങ് ടു 2. എ മാച്ചസ് ടു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. എ മാച്ചസ് ടു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി മൂന്നിലും എനെ സെക്കൻഡിലേക്ക് തന്നെയാണ് മാച്ച് ചെയ്തത്. സീരീസ് ബി എന്ന് പറയുന്നത് 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര ആണ്. അപ്പം ബി പറയുന്നതിന്റെ മുന്നേ നമുക്കൊന്ന് ബി നോക്കാം. ഇത് ശരിക്കും ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് അല്ലേ? സീരീസ് -1 ഹോൾ റേസ് ടു n+1/n ആണ്.
ഇതിന്റെ സമ്മ് log 2 ആണ്. ഇനി സം ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. ക്ലിയർലി ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് സമ്മേഷൻ -1 ഹോൾ റേസ് ടു n+1/n എന്ന് പറയുന്നത് ലെബനിറ്റ്സ് ടെസ്റ്റ് വെച്ചിട്ട് എന്താണ്, കൺവേർജന്റ് ആണ്. കാരണം ലൈക്ക് ഇവിടെ an is equal to 1/n tends to 0 and is decreasing. സോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെങ്കിൽ ലെബനിറ്റ്സ് ടെസ്റ്റ് വെച്ചിട്ട് ഇത് കൺവേർജന്റ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ബിനെ കൺവേർജന്റിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിച്ച് ഇസ് സെയിങ് കണ്ടീഷണലി കൺവേർജന്റ്. അപ്പൊ അത് രണ്ടും നമ്മൾ നോക്കണം. ഇപ്പം കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറഞ്ഞാലും കൺവേർജന്റ് ആണല്ലോ. അപ്പം ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 4 ആവാം. കാരണം കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറയുമ്പോഴും കൺവേർജന്റ് ബട്ട് നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജന്റിനെയാണ് കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാണോ അത് നമ്മൾ എടുക്കണം. അപ്പൊ നിലവിൽ എനിക്കിപ്പോ പറയാൻ പറ്റുന്നത് ബി ഈസ് എയ്തർ ഗോയിങ് ഫോർ 1 ഓർ 4. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും സീരീസിന്റെ സ്പെസിഫിക്കലി ഇന്നത് തന്നെ വേണമെന്ന് കണ്ടാൽ നമുക്ക് നോക്കാം. അല്ലെങ്കിലും ഈ പറഞ്ഞ സീരീസ് കണ്ടീഷണലി കൺവേർജന്റ് ആണ്. കാരണം നമ്മൾ ഇതിന്റെ സീരീസ് മോഡ് an എടുത്താൽ, സീരീസ് മോഡ് -1 റേസ് ടു n+1/n എടുത്താൽ ഇത് സീരീസ് 1/n ആണ് വിച്ച് ഇസ് ഡൈവേർജന്റ്. സോ ഇത് കണ്ടീഷണലി കൺവേർജന്റ് ആണ് ആൻഡ് കണ്ടീഷണലി കൺവേർജന്റ്. അപ്പൊ നമുക്ക് ഇതിനെ 1ലേക്കോ 4ലേക്കോ മാച്ച് ചെയ്യാം. കുറച്ചുകൂടെ സ്ട്രോങ്ങർ കണ്ടീഷണലി ആണ്. അപ്പൊ മോസ്റ്റ് പ്രോബ്ലി അതിലേക്കായിരിക്കും. എന്നാലും ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് സി, സീരീസ് സി എന്ന് പറയുന്നത് സമ്മേഷൻ n³ + 1 ഹോൾ റേസ് ടു 1/3 മൈനസ് n ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ലിമിറ്റ് കമ്പാരിസൺ ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ ലിമിറ്റ് കമ്പാരിസണിലേക്ക് എന്ത് കൊണ്ടുവന്നാൽ ഹെൽപ്പ് ആവും അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് മാക്സിമം n പവേഴ്സിനൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ n³ + 1 എന്ന് എനിക്കൊരു n³ പുറത്തെടുക്കാം. ടൈംസ് 1 + 1/n³ ഹോൾ പവർ 1/3 മൈനസ് n. ആ ഫസ്റ്റ് ടേമിന് മാത്രം ഞാൻ n³ വിത്തിൻ ദ പവർ 1/3 ഞാൻ n³ പുറത്തെടുത്തു. n³ ഹോൾ പവർ 1/3 n ആവും. ബാക്കി 1 + 1/n³ ഹോൾ പവർ 1/3 മൈനസ് n. ഇപ്പൊ ക്ലിയർലി നമുക്ക് കാണാം ഒരു n കോമൺ ആണ്. 1 + 1/n³ ഹോൾ റേസ് ടു 1/3 മൈനസ് 1. ഇവിടെ ഞാൻ ലിമിറ്റ് കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ഇതെന്റെ an ആണ്. ഞാൻ സീരീസ് an = ഇങ്ങനെയെന്ന് എടുക്കുന്നു. ഇനി ഞാനൊരു bn ഇൻട്രൊഡ്യൂസ് ചെയ്യണം. bn ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn കിട്ടുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് നോൺ സീറോ കിട്ടിയാലേ ഈ കമ്പാരിസൺ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു n ഉണ്ട്. അപ്പൊ ഞാൻ അഥവാ ഒരു 1/n² ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരു n ക്യാൻസൽ ആയിട്ട്, അതായത് ഞാൻ ഇവിടെ എഴുതാം. സോ bn = നമുക്കൊരു 1/n² എടുത്തു നോക്കാം. അത് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്യൂട്ടബിളി ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n × 1 + 1/n³ ഹോൾ റേസ് ടു 1/3 മൈനസ് 1 ബൈ 1/n² ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ആക്ച്വലി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ പറഞ്ഞ n-ഉം 1/n താഴേക്ക് 1/n എന്ന് പറഞ്ഞിട്ട് തന്നെ വരും. അപ്പൊ ഇത് 1/n³ ഹോൾ റേസ് ടു 1/3 മൈനസ് 1/1/n³ ആണ്. അപ്പൊ ആ ഒരു 1/n³ പോലെ എന്താ വെച്ചാൽ നമ്മൾ ഇനി അടുത്തത് ലോപിതാൽസ് റൂൾ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ്സ് ഒക്കെ ക്യാൻസൽ ആയി പോകണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1/n³ താഴെ ഇന്റേൺ വരണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു 1/n³ ഉണ്ട്. അപ്പൊ എനിക്ക് താഴെ ഒരു 1/n³ ഉണ്ടെങ്കിൽ ഞാൻ ലോപിതാൽസ് റൂൾ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഡെറിവേറ്റീവ്സിനെ ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു n ഉള്ളത് കൊണ്ട് 1/n³ പകരം 1/n² തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ചെയ്ത പ്രൊസീജിയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ക്ലിയർലി നിങ്ങൾ നോക്കുമ്പോൾ 0/0 ഫോം ആണ്. ഇവിടെ 1 - 1 ന്യൂമറേറ്റർ 0, ഡിനോമിനേറ്ററിൽ 1/∞ 0. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ലോപിതാൽസ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/3 × 1 + 1/n³ ഹോൾ റേസ് ടു 1/3 മൈനസ് 1 വിച്ച് ഇസ് -2/3 ടൈംസ് 1/n³ ഡെറിവേറ്റീവ് ഉണ്ടാവും. 1/n³ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ n⁻³ ഡെറിവേറ്റീവ് അല്ലേ. സോ -3 n⁻³ -1 അതായത് n⁻⁻4 എന്നുണ്ടാവും. അതായത് -3/n⁻⁴. ഓക്കെ, അപ്പൊ ഞാൻ ആ ടേം എഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡിവൈഡഡ് ബൈ
ഓക്കെ ഡിവൈഡഡ് ബൈ 1/n ക്യൂബ് ആണ് അഗെയിൻ ഡിനോമിനേറ്ററിലുള്ളത്, ഡെറിവേറ്റീവ് -3/n⁴. ഈ ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂട്ടബിളി അത് ചൂസ് ചെയ്തത്. ഇപ്പൊ ഇത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/3 ഇൻറ്റു 1 പ്ലസ് 1/n ക്യൂബ് ഹോൾ റേസ് ടു -2/3 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/3 ഇൻറ്റു 1/∞ 0. സോ 1 പ്ലസ് 0, സോ ഇൻ ടേൺ 1 എന്നുണ്ടാവും. സോ 1/3 ആണ് ലിമിറ്റ്, വിച്ച് ഇസ് നോൺ സീറോ ഫൈനൈറ്റ്. അപ്പൊ കൺക്ലൂഷൻ എന്താണ്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീരീസ് AN ആൻഡ് BN ബിഹേവ്സ് അലൈക്ക്. Therefore, series AN and series BN behaves alike. അതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. രണ്ട് സീരീസ് ഉണ്ട്, മീൻസ് നമുക്കൊരു സീരീസിന്റെ കൺവേർജൻസ് നോക്കണം. നമ്മൾ അതിനൊരു പുതിയ സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, BN. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN ബൈ BN, അതായത് നമ്മുടെ കയ്യിലുള്ള സീരീസ് ബൈ ദ ന്യൂ വൺ ചെയ്താൽ നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ they'll behave alike. സോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് സീരീസ് 1/n² ആണ്, ക്ലിയർലി കൺവേർജസ് ബൈ P test ആണ്. Therefore, given series also converges. ഇതും കൺവേർജന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ സീരീസിന്, അതായത് ഈ ടേബിളിലേക്ക് വരികയാണെങ്കിൽ സിക്ക് കൺവേർജന്റ് വേണം. സി കൺവേർജന്റിലേക്ക് മാപ്പ് ആയിക്കോട്ടെ. ഓൾറെഡി മറ്റത് കണ്ടീഷണലി കൺവേർജന്റ് ആണെന്ന് കിട്ടിയല്ലോ. അപ്പൊ ബി 4ലേക്ക്, ബി 4ലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ബി തെറ്റി. സി നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? കൺവേർജന്റ്, അതായത് 1ലേക്ക് മാച്ച് ചെയ്യണം. അപ്പം ഓപ്ഷൻ സിയും തെറ്റാണ്, കാരണം സിയിൽ സീനെ പിടിച്ച് 3ലേക്കാണ് മാച്ച് ചെയ്തത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഡി കറക്റ്റ് ആൻസർ ആണെന്ന് പറയുമ്പം സ്റ്റേറ്റ്മെന്റ് ഡീനെ നമ്മൾ സീരീസ് ഡീനെ ഡൈവേർജന്റ് ആണെന്നൂടെ പറയണം. അതെങ്ങനെയാണെന്നൂടെ നോക്കാം. ഈ ബാക്കിയുള്ളത് അതാണ്. സോ ക്ലിയർലി അത് ഡൈവേർജന്റ് ആണ്. സോ എങ്ങനെയാ നോക്കാം. ഇപ്പൊ ലാസ്റ്റ് സീരീസിലെ ഡിയില് AN is equal to 1/n into 1 plus 1/n ആണ്. ഇതിന്റെ ലിമിറ്റ് ഒന്ന് കണ്ടു നോക്കാം. ANന്റെ ലിമിറ്റ് ഒന്ന് കണ്ടു നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n plus 1 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 0. സോ nth ടേം ടെസ്റ്റ് ഇവിടെ വർക്ക് ആവുന്നില്ല. nth ടേം 0ലേക്ക് തന്നെയാണ് മാച്ച് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ വീണ്ടും ഒരു ലിമിറ്റ് കമ്പാരിസൺ ചെയ്യാം. ക്ലിയർലി അവിടെ ഒരു 1/n പുറത്തുണ്ടല്ലോ. അപ്പൊ നമുക്ക് BN ആയിട്ട് 1/n ചൂസ് ചെയ്യാം. സോ BN is equal to, let BN is equal to 1/n. അപ്പൊ ലിമിറ്റ് സെയിം ടെസ്റ്റ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN ബൈ BN എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n into 1 plus 1/n by 1/n എന്ന് വരും. 1/n ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തേ ഉള്ളൂ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 plus 1/n വിച്ച് ഇസ് ഈക്വൽ ടു 1, നോൺ സീറോ ഫൈനൈറ്റ്. അപ്പം അഗെയിൻ കൺക്ലൂഷൻ ഇവിടെ എഴുതാണ്. സീരീസ് AN ആൻഡ് BN ബിഹേവ്സ് അലൈക്ക് അല്ലേ. അപ്പം ഈ പറഞ്ഞ BN ഡൈവേർജന്റ് ആണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒറിജിനൽ സീരീസും ചെയ്യുക. സോ ദിസ് ഡൈവേർജസ്. അപ്പം സിയും ഡിയും നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ വെച്ച് ചെയ്യാം. A ക്ലിയർലി ഓസിലേറ്ററി ആണ്, B ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്, വിച്ച് ഇസ് കണ്ടീഷണലി കൺവേർജന്റ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. 2 വേരിയബിൾ ഫംഗ്ഷൻ f of xy തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫംഗ്ഷൻ f of xy is equal to x² plus xy² plus y raised to 4. Then which of the following statements is correct? അഗെയിൻ 0,0ലുള്ള മാക്സിമം മിനിമം സാഡിൽ പോയിന്റ് അതൊക്കെയാണ് ചോദിക്കുന്നത്. സോ f of xy is equal to x² plus xy² plus y raised to 4. സോ ഓൾറെഡി 0,0ലുള്ളതിനെയാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ നമ്മൾ ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പോകണ്ട. ഇനി വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിലും നമുക്ക് അത് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല, കാരണം അവർ 0,0 ചോദിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി fx fy എല്ലാ ഡെറിവേറ്റീവ്സും കാണാം. fx എന്ന് പറയുന്നത് 2x പ്ലസ് y² ആണ്. fy എന്ന് പറയുന്നത് 2xy പ്ലസ് 4y³. ഓക്കെ, ഇനി fxx കണ്ടാൽ 2, fxy ചെയ്താൽ 2y അല്ലേ. fxy എന്ന് പറയുന്നത് 2y, fyy എന്ന് പറയുന്നത് 2x പ്ലസ് 12y². ഓക്കെ, അപ്പൊ നമ്മൾ 0,0ലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഡിയുടെ വാല്യൂ നോക്കാം. ഡി ഇസ് ഈക്വൽ ടു
എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എക്സ് വൈ എഫ് വൈ വൈ എന്ന് പറയുമ്പോൾ 2x പ്ലസ് 12y സ്ക്വയർ ആണ്. എഫ് എക്സ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 4y സ്ക്വയർ എന്ന് വരും. 2y സ്ക്വയർ 4y സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4x പ്ലസ് 24y സ്ക്വയർ മൈനസ് 8y സ്ക്വയർ എന്ന് വരും. സോ 4x പ്ലസ് 16y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഡി ഈക്വൽ ടു 0 0 എന്നുള്ള പോയിന്റ് കൊടുക്കുന്ന സമയത്ത് ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്രിട്ടിക്കൽ പോയിന്റ് 0 0 ആണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ 0 0 ഡി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർലി 0 ആണ് കിട്ടുന്നത്. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എഫ് എക്സ് എക്സിന്റെ സൈൻ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. ലെസ് ദാൻ 0 ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആണെന്നും പറയായിരുന്നു. ബട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആയി. ഇവിടെ നമുക്ക് അത് വെച്ച് പ്രത്യേകിച്ച് കൺക്ലൂഷൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നോർമൽ ഫംഗ്ഷന്റെ ഇവാലുവേഷനിലേക്ക് തന്നെ നോക്കാം. സോ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ആണ്. ഇത് നമുക്കൊന്ന് നോക്കിയാൽ സംതിങ് സ്ക്വയർ ഫസ്റ്റ് ടേമിലുണ്ട്. അതായത് എക്സിന്റെ സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം, വൈ സ്ക്വയറിന്റെ സ്ക്വയർ ലാസ്റ്റ് ടേമിലുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് സ്ക്വയർ, നമുക്ക് ഇതിനെ ഒന്ന് കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റിംഗ് സ്ക്വയറിനെക്കാട്ടും ഇവിടെ ഇത് ഡയറക്റ്റ് നോക്കിയാൽ മതി. അതായത് ദിസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ ഇപ്പം അഥവാ ഇത് ജസ്റ്റ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിരുന്നെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 എന്നായിരുന്നു ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു 2 മിസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് ഈ സെക്കൻഡ് ടേമിൽ ഒരു 2 വേണം. സോ എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതി നോക്കാം. എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണലി വരികയാണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യോ ആഡ് ചെയ്യോ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2, അതായത് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ബൈ 4 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒറിജിനലി വൈ റേസ് ടു 4 വേണം. അതായത് ഞാനൊരു 3 വൈ റേസ് ടു 4 ബൈ 4 ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. കാരണം ഇവിടെ ഒരു 3 വൈ റേസ് ടു 4 ബൈ 4 ആഡ് ചെയ്താൽ 4 വൈ റേസ് ടു 4 ബൈ 4 എന്ന് പറയുന്നത് ഒറിജിനലി എന്തായിട്ട് മാറും? ജസ്റ്റ് നമുക്ക് വേണ്ട വൈ റേസ് ടു 4 ആയിട്ട് മാറും. അപ്പൊ വേണ്ട രീതിയിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇത് 3 വൈ റേസ് ടു 4 ബൈ 4. സോ എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 വൈ റേസ് ടു 4 ബൈ 4 എന്ന് കിട്ടും. സോ ഇതിൽ നോക്കുന്ന സമയത്ത് ഇനി ഈ ടേംസിന്റെ സൈന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഈ ടേം ക്ലിയർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, കാരണം ഇറ്റ്സ് എ സ്ക്വയർ ഓഫ് സംതിങ്. സിമിലർലി 3 വൈ റേസ് ടു 4 ബൈ 4 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? സോ ഇൻ ടേൺ, ബിക്കോസ് അതൊക്കെ സ്ക്വയർ ടേംസ് ആണ്, എഫ് ഓഫ് എക്സ് വൈ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയാം. സോ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഫ് ഓഫ് 0 0 കണ്ടാലും എഫ് ഓഫ് 0 0, നിങ്ങളിപ്പോ എഫ് ഓഫ് 0 0 ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്? എഫിന്റെ ഫംഗ്ഷൻ ഇവിടെ ഇല്ലേ? ഓക്കെ, എഫ് ഓഫ് 0 0 ക്ലിയർലി 0 ആണ്. സോ ഓൾറെഡി നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ദാറ്റ് മീൻസ് മിനിമം വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താന്ന് പറയാൻ പറ്റും? 0 ആണെന്ന് പറയാൻ പറ്റും. മിനിമം വാല്യൂ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0. ഈ ക്രിട്ടിക്കൽ പോയിന്റിലും നമുക്ക് ആ ഒരു ലോക്കൽ മിനിമം പറയാം. സോ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് എഫ് ഹാസ് നെയ്തർ എ മാക്സിമ ഓർ മിനിമ, ഇത് തെറ്റാണ്. എഫ് ഹാസ് എ മിനിമം വാല്യൂ അറ്റ് ദി ഒറിജിൻ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ബിക്കോസ് എഫ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ഗോ എബവ് ഇറ്റ്. സോ മിനിമം വാല്യൂ 0 ആണ്. ആൻഡ് ദെൻ സാഡിൽ പോയിന്റ് അല്ല, മാക്സിമം അല്ല, മിനിമം എന്ന് കിട്ടിയാൽ പിന്നെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. 11th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഇന്റഗ്രൽ തന്നിട്ടുണ്ട് IN which is equal to integral negative pi to pi cos nx by 1 plus 2 raised to x dx. N starts from 2 to 0 1 to up to etc. ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു.
കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റനിൽ തന്നെ എക്സാമിന് ക്വസ്റ്റനിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റൻ ആണ്. അതായത് നൺ ഓഫ് ദി ഓപ്ഷൻസ് ആർ ട്രൂ. നമുക്ക് കിട്ടുന്നത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പ്രകാരം ഒരു ഓപ്ഷനും ഐ മീൻ ഇതിൽ ABCDയിൽ ഒന്നും ശരിയല്ല. അപ്പൊ നമുക്ക് എന്തായാലും സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ അവർ മീൻ ചെയ്തിട്ടുണ്ടാവുക ഈ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റിൽ N1 2 3 എക്സെട്ര ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റൻ ആണിത്. പക്ഷെ നമുക്ക് ആ മെത്തേഡ് എന്തായാലും നോക്കാം. സോ IN is equal to integral -π to π cos of nx by 1 plus 2 raised to x. അപ്പൊ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രൽ -a to a f of x dx-നെ നമുക്ക് ഇന്റഗ്രൽ 0 to a f of x plus f of -x dx എന്ന് എഴുതാം. ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഇന്റഗ്രൽ -a to a f of x dx-നെ ഇന്റഗ്രൽ 0 to a f of x plus f of -x dx. അപ്പൊ നമ്മുടെ f of x എന്ന് പറയുന്നത് ഇവിടെ cos nx by 1 plus 2 raised to x ആണ്. -a to a -π to π ഫോമിലാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to π f of x plus f of -x. അപ്പൊ f of -x ഒന്ന് കണ്ടുനോക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് f of x plus f of -x ഒന്ന് എഴുതി നോക്കാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ f of x plus f of -x. f of x എന്ന് പറയുന്നത് cos of nx by 1 plus 2 raised to x plus f of -x എന്ന് പറയുമ്പോൾ cos of -nx ആവും ഡിവൈഡഡ് ബൈ 1 plus 2 raised to -x. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഒരേ കോമൺ ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്കൊന്ന് കോമൺ ഒക്കെ എടുക്കായിരുന്നു. അപ്പൊ ഇതിൽ ഇനിയിപ്പോ ഒരു 1 plus 2 raised to -x ഒക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് ചെറുതാക്കാം. അതുപോലെ cos E1 ഫംഗ്ഷൻ ആണ്, ഇവിടെ cos nx തന്നെ എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ ഇതിപ്പോ ശരിക്കും 1 plus 1 by 2 raised to x അല്ലേ. 2 raised to -x എന്ന് പറയുന്നത് 1 by 2 raised to x ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു cos nx by 1 plus 2 raised to x plus cos nx by ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 raised to x plus 1 by 2 raised to x. അത് ഞാൻ ന്യൂമറേറ്ററിലേക്ക് എഴുതുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് നോക്കിയാൽ cos nx by 1 plus 2 raised to x രണ്ട് ടേമിലും കോമൺ ആണ്. ബാക്കി ഫസ്റ്റ് ടേമിൽ 1, സെക്കൻഡ് ടേമിൽ 2 raised to x. സോ ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയിട്ട് ഇത് ജസ്റ്റ് cos nx ആണ്. ഇനി നമുക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സോ നമ്മളിപ്പം f of x plus f of -x ഇവാലുവേറ്റ് ചെയ്ത് cos nx ആണ് കാണിച്ചിട്ടുണ്ട്. കാണാനുള്ളത് -π to π f of x dx ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π f of x plus f of -x dx. അതാണ് പ്രോപ്പർട്ടി പറഞ്ഞത്. ഈ പറഞ്ഞ f of x plus f of -x എന്താന്ന് കിട്ടിയിട്ടുണ്ട്? cos nx ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി n-ന്റെ വാല്യൂസിനനുസരിച്ച് ഇവിടെ എന്താണ് സംഭവിക്കാന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ രണ്ട് കേസ് ആക്കണം. n equal to 0 ഒരു കേസ്, ബാക്കി എന്താണെന്നുള്ളത് സെപ്പറേറ്റ് നോക്കണം. n equal to 0 ആകുമ്പം ഇതിന് in എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. I0 എന്ന് വരും. ഇന്റഗ്രൽ 0 to π cos 0 1 അല്ലേ, cos 0 dx എന്ന് വരും. സോ ഇന്റഗ്രൽ 0 to π 1 dx. സോ x വിത്തിൻ ദ ലിമിറ്റ് 0 to π minus 0 π എന്ന് വരും. n equal to 0 വാല്യൂ π ആണ്. ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന സമയത്ത് നമുക്ക് in ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 0 to π cos nx dx ആണ്. കോസിന്റെ ഇന്റഗ്രൽ ക്ലിയർലി sin nx ആണ് ഡിവൈഡഡ് ബൈ n വിത്തിൻ ദ ലിമിറ്റ് 0 to π. സോ 1 by n ഇത് sin nπ മൈനസ് sin 0 ആണ്. നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം sin nπ 0 ആണ്, ഓൾസോ sin 0 0. സോ ദിസ് ഇസ് ഈക്വൽ ടു എൻ്റെ ഇന്റഗ്രൽ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് in-ന്റെ വാല്യൂസ് എങ്ങനെയാണ് കിട്ടുന്നത്? π if n equal to 0 and 0 if n greater than or equal to 1. ഇതാണ് in-ന്റെ വാല്യൂ. ഇനി ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അത് നമുക്ക് നോക്കാം, in equal to n plus 2. അതിലേക്ക് തിരിച്ചു വരാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് in equal to 0 for all n equal to 0 1 2 എക്സെട്ര എന്നാണ്. പക്ഷെ നമുക്ക് n 0 ആകുമ്പോൾ അത് പൈന്നും ആഫ്റ്റർ ദാറ്റ് ആണ് നമുക്കത് 0 എന്ന് കിട്ടിയത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സിയിലും ഡിയിലും പറയുന്നത് 10 ടേംസ് ആഡ് ചെയ്യാനാണ്. I1 up to n equal to 1 to 10 സമ്മേഷൻ കാണാനാണ്. അത് ഞാൻ ഇവിടെ എഴുതാം. n equal to 1 to 10 in കാണണം. അതായത് I1 up to I10 വരെ ആഡ് ചെയ്യണം. n equal to 1 തൊട്ട് എല്ലാം 0 അല്ലേ, അത് 0 പ്ലസ് എക്സെട്ര പ്ലസ് 0, ഇത് 0 ആണ്. സോ ഈ സമ്മ് 0 ആണ്. സോ ഓപ്ഷൻ സി ഈസ് ഇൻകറക്റ്റ്, ഡി ഈസ് കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി ഓപ്ഷൻ എ. ഓപ്ഷൻ എ പറയുന്നത് in equal to in plus 2. in is equal to in plus 2 for all n equal to 0 1 2 എക്സെട്ര എന്നാണ് പറയുന്നത്.
ഇപ്പൊ നമ്മളിപ്പം നമുക്ക് കിട്ടി ഫസ്റ്റ് നമ്മുടെ വാല്യൂ ഇപ്പൊ വരുന്നത് 0 പൈ 0 0 0 ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ഇത് ഐ നോട്ടിന്റെ വാല്യൂ, ഇത് I1ന്റെ വാല്യൂ, I2 I3 I4 ഇനി എല്ലാം 0 ആണ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇപ്പൊ ഒരു I1 എടുത്താൽ I1 ഈക്വൽ ടു I3 ആണ്. അപ്പൊ ഇത് ട്രൂ ആണ്, 1 n+2. ഇനി I2 എടുത്താല് IN+2 എന്ന് പറയുമ്പോൾ I4, അവർ രണ്ടും ഈക്വൽ ആണ്. സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് ട്രൂ ആണ്. ബട്ട് n ഈക്വൽ ടു 0 വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ? I0 ഈക്വൽ ടു I2 എന്നല്ലേ? അതിന്റെ അർത്ഥം പൈ ഈക്വൽ ടു 0 എന്നല്ലേ? വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണ് വെൻ n ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നേ പറയാൻ പറ്റുള്ളൂ. Therefore IN is equal to IN+2 for n greater than or equal to 1. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് അഗെയിൻ ഇത് ട്രൂ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത് ഡി ഓൺലി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഓപ്ഷനിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പം ഇവിടെ അഥവാ n ഈക്വൽ ടു 1 ടു എക്സെട്ര, അതുപോലെ തന്നെ ഇവിടെയും 1 ടു എക്സെട്ര 0നെ നമ്മൾ റിമൂവ് ചെയ്താൽ ഈ പറഞ്ഞ എ ബി ഡി ട്രൂ ആവും, വിച്ച് മീൻസ് ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ ആസ് ഓഫ് നൗ നൺ ആണ് ഓപ്ഷൻസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ആർ? അപ്പം ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് ചൂസ് ചെയ്യാനുള്ളൂ, ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കുമ്പോൾ ഇത് ഡെറിഷ്ലെ ഫംഗ്ഷൻ ആണ്. 1 if x is rational and -1 if x is irrational, which is discontinuous. So ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി ഇങ്ങനെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ വരുന്ന സമയത്ത്, അതായത് റാഷണൽ ഇറാഷണൽ എന്നുള്ള സ്പ്ലിറ്റ് വരുന്ന സമയത്ത് ദിസ് ഇസ് കണ്ടിന്യൂസ്, അതായത് f of x is equal to f1 of x, x is irrational അല്ലെങ്കിൽ റാഷണൽ ഏതായാലും കുഴപ്പമില്ല. f1 of x ഞാൻ എക്സ് റാഷണൽ ആവുന്ന കേസിൽ എടുക്കുന്നു ഒരു ഫംഗ്ഷൻ. f2 of x എന്ന് പറയുന്നത് x is irrational. ഈ രീതിയിൽ സ്പ്ലിറ്റ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് ദിസ് ഇസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് f1 of x is equal to f2 of x. ഈ പറഞ്ഞ സ്പ്ലിറ്റ് ഫംഗ്ഷൻസ് ഈക്വൽ ആവുന്ന പോയിന്റ്സിൽ കണ്ടിന്യൂസ് അറ്റ് x ഇഫ് ആൻഡ് ഓൺലി ഇഫ് f1 is equal to f2. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് f1 ഈക്വൽ ടു f2 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു -1 ആണ്, വിച്ച് ഇസ് നോവർ പോസിബിൾ. അതുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആവുക പറഞ്ഞാൽ x ഈക്വൽ ടു 0 എന്നുള്ളൊരു പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പം ഇറ്റ്സ് ഡിസ്കണ്ടിന്യൂസ് എവറിവെയർ എക്സെപ്റ്റ് x ഈക്വൽ ടു 0 ആണ്. പക്ഷെ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ആർ ആണ് ചോദിച്ചത്. സോ ഈ ഓപ്ഷൻ വരില്ല. ഇവിടെ 2x ഈക്വൽ ടു x എന്ന് വരും, അതായത് x ഈക്വൽ ടു 0. അഗെയിൻ ഇവിടെ കണ്ടിന്യൂസ് ആണ്. സോ സിയും false ആണ്. ഇത് x ഈക്വൽ ടു -x, അഗെയിൻ 2x ഈക്വൽ ടു 0. സോ x ഈക്വൽ ടു 0. സോ x ഈക്വൽ ടു 0യിൽ ഇവര് കണ്ടിന്യൂസ് ആണ്. സോ ഡിയും false ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. 13th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, കണ്ടിന്യൂസ് ആണോ, ഡിഫറൻഷ്യബിൾ ആണോ, ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ റിമൂവബിൾ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ബേസിക്കലി 0 കാര്യമാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് ലിമിറ്റ് കണ്ടുനോക്കാം. ലിമിറ്റ് xy ടെൻസ് ടു 0 0 f of xy. ഇതിനെ തന്നെ ഞാൻ ലിമിറ്റ് x ടെൻസ് ടു 0 y ഈക്വൽ ടു ഒരു mx എന്ന് കൊടുക്കുന്നു. അതായത് ഒരു 2 പാത്ത് ടെസ്റ്റ് ചെയ്യാണ്. ഒരു mx എന്നുള്ള പാത്തിൽ ഞാൻ ഇതൊന്ന് കണ്ടു നോക്കുകയാണ്. അപ്പം x ഓവർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈന്റെ സ്ഥാനത്ത് m² x² എന്ന് വരും. 2 പാത്ത് ടെസ്റ്റ് പറയുന്നത് നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ പാത്സിൽ ഡിഫറെന്റ് വാല്യൂസ് കിട്ടിയാൽ, ഡിഫറെന്റ് ലിമിറ്റ്സ് കിട്ടിയാൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് കണ്ടീഷൻ. സോ എക്സ് ബൈ ഇവിടെ എനിക്കൊരു എക്സ് പുറത്തെടുക്കാലോ, 1 പ്ലസ് m² എന്ന് കിട്ടും. സ്ക്വയർ റൂട്ടിന്റെ അകത്ത് നിന്ന് x² കോമൺ എടുക്കുക, ആ x² സ്ക്വയർ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ എക്സ്. ഇത് ക്ലിയർലി ലിമിറ്റ് x ടെൻസ് ടു 0 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് m² ആണ്. ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് x. സോ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് m² ആണ്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് m. ഡിപ്പെൻഡ്സ് ഓൺ m. അതായത് ഞാൻ പാത്ത് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് y ഈക്വൽ ടു 2x ആയാൽ ലിമിറ്റ് എന്ത് കിട്ടും? 1 ബൈ റൂട്ട് 5 എന്ന് കിട്ടും. കാരണം m 2 ആയിട്ടല്ലേ എടുത്തത്. ഇനി m ഈക്വൽ ടു 0 എടുത്താൽ, m ഈക്വൽ ടു 2 ആണിത്, m ഈക്വൽ ടു 0 എടുത്താൽ y ഈക്വൽ ടു 0 എന്ന് വരും. ലിമിറ്റ് എന്താ വരുന്നത്? 1 ബൈ 1 പ്ലസ് 0 1 എന്ന് വരും. സോ ലിമിറ്റ് ഇസ് നോട്ട് യുണീക്ക്. So by path test, limit
ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് എ ട്രൂ ആണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ ഞാൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. ലിമിറ്റ് ആദ്യം എക്സിസ്റ്റ് ചെയ്യണം. ഈ ലിമിറ്റ് വാല്യൂ ഈക്വൽ ടു f(0,0) ആയാലാണ് കണ്ടിന്യൂറ്റി ഒക്കെ പറയാം. അപ്പം സ്റ്റേറ്റ്മെന്റ് ബി ട്രൂ ആണ്. കണ്ടിന്യൂസ് അല്ലെങ്കിൽ പിന്നെ ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഡിയും സിയും ഫോൾസ് ആണ്. ഇനി ഇതൊരു സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആയി. ബട്ട് ഡിയിലേക്ക് നോക്കുമ്പം റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0,0 എഫ് ഓഫ് എക്സ് വൈ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. സോ അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഡിസ്കണ്ടിന്യൂറ്റി നോൺ റിമൂവബിൾ അല്ലേ? നോൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് അത് ഫംഗ്ഷൻ വാല്യൂനോട് ഈക്വൽ അല്ലെങ്കിലാണ് റിമൂവബിൾ. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് നോൺ റിമൂവബിൾ. സോ സ്റ്റേറ്റ്മെന്റ് ബി ഈസ് ഓൾസോ ഇൻകറക്റ്റ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. 14th ക്വസ്റ്റ്യൻ നോക്കാം. 1 minus 1 by 2 raised to p plus 1 by 3 raised to p minus etc. minus 1 by 4 raised to p plus etc. This is conditionally convergent if p lies in the interval. So series ഇതിന് എനിക്ക് -1 raised to n plus 1 by n raised to p എന്ന് എഴുതിക്കൂടെ? സോ ഇത് ഓൾട്ടർനേറ്റിംഗ് പി സീരീസ് ആണ് ശരിക്കും. ഇത് കണ്ടീഷണലി കൺവേർജന്റ് ആവുന്ന വാല്യൂ ആണ് നോക്കേണ്ടത്. കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൺവേർജന്റ് ആയിരിക്കണം, ബട്ട് നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കണം. ഈ രീതിയിലുള്ള പി വാല്യൂസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ആൾട്ടർനേറ്റിംഗ് പി സീരീസ് കൺവേർജ് ചെയ്യാൻ പി ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. പ്ലസ് നോട്ട് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സീരീസ് 1 by n raised to p ആണ് അതിന്റെ മോഡ് സീരീസ്. ഇത് ഡൈവേർജ് ചെയ്യണം, ഇത് കൺവേർജ് ചെയ്യരുത്. മോഡ് കൺവേർജ് ചെയ്താലാണല്ലോ ആബ്സല്യൂട്ട് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ പി ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൻഡ് എന്ത് പറയാൻ പറ്റും? 1 by n raised to p ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജ് ചെയ്യുന്നത്. അപ്പം സീരീസ് 1 by n raised to p ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി p ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടെ. p ഈക്വൽ ടു 0 ആയാൽ സീരീസ് -1 raised to n plus 1 എന്നല്ലേ വരിക? ഇത് ഓസിലേറ്റ്സ് അല്ലേ? ഡിനോമിനേറ്റർ 1 ആയി പോകും. അപ്പൊ p ഈക്വൽ ടു 0 പറ്റില്ല, ഗ്രേറ്റർ ദാൻ 0 ആവണം, ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ 0, 1. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്പൺ 0, ക്ലോസ് ടു 1. ഇത് കണ്ടീഷണലി കൺവേർജന്റ് ആവണം എന്നാണ് പറഞ്ഞത്. കണ്ടീഷണലി കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സീരീസ് കൺവേർജ് ചെയ്യണം, സോ ദാറ്റ് പി ഗ്രേറ്റർ ദാൻ 0. പിന്നെ ഇത് ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആവുകയും കൂടെ ചെയ്യരുത്. ആബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ മോഡ് സീരീസ് കൺവേർജ് ചെയ്യാന്നാണ്. മോഡ്ലെസ് സീരീസ് ആണ് 1 by n raised to p. അപ്പൊ അത് കൺവേർജ് ചെയ്യരുത്, അതായത് അത് ഡൈവേർജ് ചെയ്യണം. പി ടെസ്റ്റ് വെച്ച് ഇത് കൺവേർജ് ചെയ്യുന്നത്, ഡൈവേർജ് ചെയ്യുന്നത് p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്യുമ്പോൾ 0, 1 ഇസ് അവർ ആൻസർ. ഓപ്പൺ 0, ക്ലോസ് ടു 1. 15th ക്വസ്റ്റ്യൻ നോക്കാം. f of x is equal to mod x plus mod x minus 1 plus mod x plus 1. Then f of x is differentiable ആവുന്ന പോയിന്റ്സ് ആണ് ചോദിച്ചത്. ഇങ്ങനത്തെ ഫംഗ്ഷൻസിൽ ഇപ്പൊ നമ്മളൊരു മോഡ് എഫ് ഓഫ് എക്സ് എടുത്താൽ ദിസ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സിമ്പിൾ സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ ഉള്ളിലുള്ള മീൻസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആ ഇന്റീരിയറിലുള്ള ഫംഗ്ഷന്റെ സിമ്പിൾ സീറോസ് നോക്കുക, അവിടെ ആയിരിക്കും ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് പ്ലസ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് മോഡ് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഓരോ ടേമും നോക്കുക. ഇതിന്റെ 0 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0, എക്സ് മൈനസ് 1ന്റെ 0 എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0, സോ എക്സ് ഈക്വൽ ടു 1. ഇവിടെ അതുപോലെ -1. ഈ 3 പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഒന്നിൽ കൂടുതൽ ടേംസിന്റെ സം ആണെങ്കിൽ ഓരോന്നിന്റെയും ഇൻഡിവിജ്വലി നോക്കുക. ആ ഓരോ പോയിന്റ്സിലും ഇത് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഓൾ അതർ പോയിന്റ്സിൽ it's differentiable. So we can say it's differentiable for all x in R except -1, 0 and 1. So answer is option B. B ആണ് correct answer. So ഈ രീതിയിൽ മോഡ് എഫ് ഓഫ് എക്സ് സംതിങ് വന്നാൽ ജസ്റ്റ് ആ ഉള്ളിലുള്ള ഫംഗ്ഷന്റെ സിമ്പിൾ സീറോസ് നോക്കുക. സിമ്പിൾ സീറോസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് 0 അല്ലാന്ന് കൂടെ ഉറപ്പുവരുത്തണം. ഇവിടെ എല്ലാത്തിന്റെയും ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ അത് 0 അല്ലല്ലോ ഈ പറഞ്ഞ പോയിന്റ്സിലൊന്നും. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ 0 ആണ്. ഓക്കെ, സോ -1, 0 and 1. 16th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ നോവർ ഡിഫറൻഷ്യബിൾ ആണോ, കോൺസ്റ്റന്റ് ആണോ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ തന്ന കണ്ടീഷൻ ഇതാണ്: മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ സ്ക്വയർ. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയല്ലേ?
ഇനി അതിൽ ഒരു എക്സ് മൈനസ് വൈനെ മോഡ് എക്സ് മൈനസ് വൈനെ ഞാൻ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ. ഇനി ആ ലെഫ്റ്റ് സൈഡിനെ ഒരുമിച്ച് മോഡാക്കിക്കൂടെ? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ. ഇനി രണ്ട് സൈഡിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ കൊടുക്കാം. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ മോഡ് എക്സ്, അതായത് ഞാൻ ഇതിന്റെ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു എഫ് ഡാഷ് ഓഫ് വൈ ഒക്കെയാണ് കാണുന്നതെങ്കിൽ അത് ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്നൊരു ഡെഫിനേഷൻ ഉണ്ടല്ലോ ഡെറിവേറ്റീവിന്. അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ കാണുമ്പോൾ നമ്മൾ ആ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. മോഡ്ലെസ് ഉള്ളതുകൊണ്ട് അതുകൂടെ കീപ്പ് ചെയ്യുന്നു. സോ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു വൈ മോഡ് എക്സ് മൈനസ് വൈ. ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർലി ഇത് മോഡ് എഫ് ഡാഷ് ഓഫ് വൈ ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് ഒരു എനെ നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ. അപ്പൊ അതിലെ എന്റെ സ്ഥാനത്ത് വൈ വരുന്ന പോലെയാണ് ഇത് വരുന്നത്. സോ ഈ ടേമിന് പിന്നെ മോഡ് ഉള്ളത് കൊണ്ട് മോഡ് എഫ് ഡാഷ് ഓഫ് വൈ. അതായത് ഇതിന് ശരിക്കും ഈ മോഡ് ഓഫ് ലിമിറ്റ് എന്നുള്ള പോലെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ടേം എന്താണ് ശരിക്കും? എക്സ് ടെൻസ് ടു വൈ ആവുമ്പം എക്സ് വൈ മൈനസ് വൈ 0 എന്ന് വരും. മോഡുലസ് ഓഫ് സംതിങ് ഈക്വൽ ടു ലെസ് ദാൻ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. മോഡുലസിന് നെഗറ്റീവ് ആവാന്നുള്ള ഒരു ഓപ്ഷൻ എന്തായാലും ഇല്ല. അപ്പം മോഡ് എഫ് ഡാഷ് ഓഫ് വൈ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കിട്ടിയത്, ബട്ട് മോഡ് ഇസ് നെവർ നെഗറ്റീവ്, സോ ദിസ് ഇസ് ഈക്വൽ ടു 0. ഇത് മോഡുലസ് ഓഫ് സംതിങ് 0 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ മോഡ് 0 എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ 0 ആവണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എഫ് ഡാഷ് ഓഫ് വൈ 0 ആണെന്നാണ് കിട്ടുന്നത് ഫോർ ഓൾ വൈ. ഞാനിപ്പോ വൈ ഒരു റാൻഡം നമ്പർ ആയിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് അതിലൊക്കെ ഡെറിവേറ്റീവ് 0 ആണ് കിട്ടി. ഡെറിവേറ്റീവ് ത്രൂ ഔട്ട് 0 എന്ന് പറഞ്ഞാൽ എഫ് ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്നാണ് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ചെയ്ത് ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഇനി ഓപ്ഷൻസിലേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എഫ് ഇസ് നോവർ ഡിഫറൻഷ്യബിൾ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇസ് എവ്രിവെയർ ഡിഫറൻഷ്യബിൾ. സോ സ്റ്റേറ്റ്മെന്റ് എ തെറ്റാണ്. എഫ് ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ട്രൂ. ഇനി എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് ഡിക്രീസിംഗ് ആണ്, ബട്ട് ഇറ്റ് ഇസ് നെവർ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, റൈറ്റ്? വി കാൺ സേ ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഇറ്റ്സ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. വിൽ സേ constant function is both increasing and decreasing, but it is not strictly increasing or decreasing. So C and D is also incorrect. So our answer is option B. Seventeenth question നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെയാണ് തീരുമാനാക്കേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത് എവറി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. അത് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ആണ്. എവറി ബൗണ്ടഡ് ഇൻഫൈനൈറ്റ് സെറ്റ് ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് ഓർ ഇക്വലന്റ്ലി എ ലിമിറ്റ് പോയിന്റ്. സോ സ്റ്റേറ്റ്മെന്റ് എ ഈസ് ട്രൂ. ഇത് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ആണ്. സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത് ഇതൊരു ക്ലോസ്ഡ് സെറ്റ് ആണെന്നാണ്. ആക്ച്വലി എസ് എന്ന് പറയുന്നത് ഓപ്പൺ 0 ക്ലോസ്ഡ് 1. സോ ഓപ്പൺ ഇന്റർവെൽ ഹാഫ് ഓപ്പൺ ഇന്റർവെൽ ആണ്, വിച്ച് ഇസ് നോട്ട് ക്ലോസ്ഡ്. സോ ബി തെറ്റാണ്. സി പറയുന്നത് സെറ്റ് ഓഫ് ഹോൾ റിയൽ നമ്പേഴ്സ് ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അത് ട്രൂ ആണ്. റിയൽ നമ്പേഴ്സ് ആൻഡ് എം ടി സെറ്റ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് സി ട്രൂ ആണെന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് ഡി പറയുന്നത് സോ ബി തെറ്റാണ് എന്ന് പറഞ്ഞത് കിട്ടിയത് കൊണ്ട് എയും സിയും വേണം ആൻസറിൽ, ബി ഉണ്ടാവരുത്. അപ്പൊ ബി ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. എയും സിയും എന്തായാലും വേണമല്ലോ. അപ്പൊ ഡി ഓൺലിയും തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ബി ആണ്. ഇനി ഡിയും കൂടെ ജസ്റ്റ് നോക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഇങ്ങനെ കിട്ടിയാൽ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് പോവാം. കാരണം നമുക്ക് ടൈം അങ്ങനെ സേവ് ചെയ്യാം. ഇത് ഫുള്ള് ചെയ്തില്ലെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. ഡിയിൽ പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 1/2 മൈനസ് 1/2 1/3 മൈനസ് 1/3 എക്സെട്ര. ഇത് നെയ്തർ ഓപ്പൺ നോർ ക്ലോസ്ഡ് എന്നാണ്. അത് ആക്ച്വലി ട്രൂ ആണ്. ഞാൻ ഈ 1ന്റെ ഒരു നെയ്ബർഹുഡ് എടുക്കുന്നു. ഒരു 1/2, അതായത് 1 മൈനസ് ആപ്സിലോൺ 1 പ്ലസ് ആപ്സിലോൺ എന്നുള്ളൊരു നെയ്ബർഹുഡ് എടുത്താൽ ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എല്ലാം ഇതിൽ വരണം എന്നില്ല അല്ലെ. ഇതിലിപ്പം 1 1/2 1/3, ഇതിലിപ്പം ഞാനൊരു 0.05 എടുത്തു. അത് ഈ പറഞ്ഞ നെയ്ബർഹുഡിൽ ഇല്ല. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. സോ ഇത് എന്താ നമുക്ക് എന്ത് പറയാം, ഞാൻ ഇങ്ങനെ എഴുതാം. അതായത് 1 മൈനസ് ആപ്സിലോൺ 1 പ്ലസ് ആപ്സിലോൺ
ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. കംപ്ലീറ്റ്ലി എസ്സിലല്ല, ഓർ എൽസ് എനിക്ക് പറയാം ഇറ്റ്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാലും മതി. ഇറ്റ്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എസ്. സോ നോട്ട് ഓപ്പൺ. ഓപ്പൺ ആവണമെങ്കിൽ അതിന്റെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ നെയ്ബർഹുഡ് എങ്കിലും നമുക്ക് ഇതിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആവണം. അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി ക്ലോസ്ഡ് ആണോ നോക്കാൻ, ഇതിന്റെ ഒരു സബ്സീക്വൻസ് ആണ് 1/n, 1, 1/2, 1/3 എക്സെട്ര. ഇസ് എ സബ്സീക്വൻസ് ഓഫ് എസ്. അതിന്റെ ലിമിറ്റ് ഏതാണ്? 0 ആണ്. Therefore, 0 is a limit point of S. സബ്സീക്വൻസസിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ്സ് ആണ്. അപ്പൊ 0 ലിമിറ്റ് പോയിന്റ് ഓഫ് എസ് ആണ്, ബട്ട് 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എസ്. ഇപ്പൊ ക്ലോസ്ഡ് സെറ്റിന് നമ്മൾ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് അതിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും ആ സെറ്റിൽ തന്നെ ഉണ്ടാവാന്നുള്ളത്. സോ ഹിയർ 0 is not belongs to S. That means a limit point is not contained in the set. So S is not closed. S is neither closed nor open is true. So statement D is also true. അപ്പം A, C and D, which is in option B. B ആണ് correct answer. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 18th ക്വസ്റ്റ്യൻ. കുറച്ച് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, അവരുടെ സീരീസ് എക്സ്പാൻഷൻസ് തന്നിട്ടുണ്ട്, നമ്മൾ അത് മാച്ച് ചെയ്യണം. അപ്പൊ ഇവിടെയും എല്ലാം നമുക്ക് അറിയുന്നതല്ലെങ്കിലും നമുക്ക് അറിയുന്നത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റും. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്ക് തന്നെ 4 ഓപ്ഷനിലും 4, ബിയിലും സിയിലും ഈക്വൽ ആണ്. എന്നാലും നമുക്ക് പറഞ്ഞ പോലെ 1, 2 ഒക്കെ വെച്ചിട്ട് തീരുമാനമാക്കാം. ഇപ്പൊ ലോഗ് ഓഫ് 1 - x, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർലി നമ്മൾ ഓർത്ത് വെക്കുന്ന സീരീസ് ആണ് -x - x²/2 -x³/3 -etc. സോ എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് 4ലേക്ക് പോകണം. സോ ക്ലിയർലി ആൻസർ ഇസ് ഓപ്ഷൻ എ. എ 4ലേക്ക് പോകണം, ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ എങ്ങനെയാ വരുന്നത് നോക്കാം. log 2 എന്ന് പറയുന്നത് സിയിൽ വരുന്നുണ്ട്. അതുപോലെ 1 - 1/2 + 1/3 എക്സെട്ര. നേരത്തെ ഒരു പ്രോബ്ലത്തിലും പറഞ്ഞിരുന്നു, ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിന്റെ സം എന്ന് പറയുന്നത് log 2 ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഈ 1 - xൽ എക്സിന് ഒരു -1 കൊടുത്താൽ log 2 ആണല്ലോ കിട്ടുക, അങ്ങനെ എഴുതി നോക്കിയാലും മതി. സോ log 2ന്റെ സം മീൻസ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിന്റെ സം ആണ് log 2. സോ സി വിൽ മാച്ച് ടു 2. ഇനി സൈൻ ഇൻവേഴ്സിൻ്റെത് ഇതാണ്, ഈ എക്സ്പ്രഷൻ ആണ്, അത് ഓർത്ത് വെക്കണം. എക്സ് പ്ലസ്, ഇനി അറ്റ്ലീസ്റ്റ് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും പറഞ്ഞ പോലെ ആൻസർ ആയി ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് അവർ കുറച്ച് നമ്മൾ ജനറലി ഓർക്കാത്ത ക്വസ്റ്റ്യൻസും തരുന്നതിന്റെ റീസൺ അതാണ്. കാരണം ഇവിടെ നമുക്ക് അത് അറിയില്ലെങ്കിലും ആൻസറിലേക്ക് എത്താം. ഇതാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ എക്സ്പാൻഷൻ. ഇനി ഒരു π/2 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തരുന്നുണ്ട്. അത് ആക്ച്വലി സൈൻ ഇൻവേഴ്സ് എക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, താഴെ എഴുതാം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഹിന്റ് ഓൾറെഡി പ്രോബ്ലത്തിൽ അവർ തന്നെ തരുന്നുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/2 x³/3 പ്ലസ് 1/2 ഇൻറ്റു 3/4 x⁵5/5 പ്ലസ് എക്സെട്ര. ഞാൻ എക്സിനൊരു സൈൻ പൈ, ഇവിടെ എനിക്ക് π/2 കിട്ടണം. π/2 ഈക്വൽ ടു സംതിങ് ആണ്. എക്സിനൊരു 1 കൊടുത്താൽ പോരെ. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 + 1/6 പ്ലസ് 3 ഇൻറ്റു 1/8 ടൈംസ് 5 40 പ്ലസ് എക്സെട്ര. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/2 ഈക്വൽ ടു 1 + 1/6 പ്ലസ് 3/40 പ്ലസ് എക്സെട്ര. സോ ആൻസർ ഇസ് ഓപ്ഷൻ, π/2 നമുക്ക് എങ്ങോട്ട് മാച്ച് ചെയ്യാം? 1 + 1/6 പ്ലസ് 3/40, അത് തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025 റിയൽ അനാലിസിസ് പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.